ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജിത്തിനോട് വിജയ് പറയാണ്, സമയമാവുമ്പോൾ അപ്പോൾ അവിടെ എത്തും. ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ഏത് സമയം സൂര്യ വരണമെന്നുണ്ടോ ആ സമയം പെട്ടെന്ന് മാനത്തുനിന്ന് പൊട്ടി വീഴുന്നത് വരെ ആയിരിക്കും സൂര്യയുടെ വരവെന്ന് പറയട്ടോ. ഇതൊന്നും പറയുമ്പോൾ തനിക്കെന്തെന്നും മനസ്സിലാവാതെ രഞ്ജിത്ത് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇവിടെ പത്മ പറയാണ്, എൻ്റെ രഞ്ജിത്തെ നീ ഇങ്ങോട്ടേക്ക് വന്നേ. അതല്ല ആൻറ്റി, നീ ഇങ്ങ് വായോ. ആദ്യം നമുക്ക് സാരി സെലക്ട് ചെയ്യാം, അതിനുശേഷം ആവാലോ സൂര്യ സൂര്യ നമ്മൾ സാരിയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഏത് വേണമെന്ന് ഇവിടെ സൂര്യ തീരുമാനിച്ചോളൂ. ഇപ്പോൾ നമുക്ക് സാരി പോയി നോക്കാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ സാരി നോക്കാനായി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ലേഡിയോട് പറയാണ്, അതെ നല്ല സാരി തന്നെ എടുത്തോളൂ, നല്ല ഗോൾഡൻ കളറിലുള്ള സാരി. അപ്പോൾ ഈ സമയം അല്ല ഇനിയിപ്പോൾ ഉണ്ടാക്കിക്കുന്ന കാര്യത്തിൽ എന്താ തീരുമാനമായത്? അപ്പോൾ ആ പെണ്ണ് വന്നിട്ട് പറയാണ്, ഒരു മാസത്തിനുള്ളിൽ സാരി തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ വിജയ് അത് കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഇതെന്തോന്നാണ് ഒരു മാസത്തിനുള്ളിൽ സാരിയോ? ഒരു മാസമൊക്കെ ഒരു സാരി, ഒരു മാസം പോലും ഇവരുടെ കല്യാണത്തിന് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവരുടെ കല്യാണം എത്ര പെട്ടെന്നാണ്. ഇതിപ്പോൾ സാരി ഉണ്ടാക്കാൻ പണിയെന്നൊക്കെ പറഞ്ഞ് വിജയ് ഇങ്ങനെ നിർത്താതെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവരോട് മിണ്ടാതിരിക്കാൻ ഇന്ദ്രജ പറയാണ്. എന്നാൽ ഈ സമയം ഇതൊന്നും കണ്ടു നിൽക്കാനാവാതെ ഉടൻ തന്നെ ഇവിടെ ഇന്ദ്രജ പറയുന്ന നിർത്ത് എന്ന് പറയണേ. അപ്പോൾ തൻ്റെ മുഖംമൂടി പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടി രഞ്ജിത്ത് പറയണേ, എൻ്റെ ആൻറ്റി ശരി, സൂര്യ എത്തിയില്ലെങ്കിലും സൂര്യയുടെ ഭാര്യ ഇവിടെ കൂടെയുണ്ടല്ലോ. സൂര്യയുടെ ഭാര്യ ആവട്ടെ ഇനി വേദക്ക് സാരി സെലക്ട് ചെയ്യേണ്ടത്. അത് കേൾക്കുന്നതിനോടുകൂടി എല്ലാവർക്കും ദേഷ്യം പിടിക്കാനായിട്ട്, സൂര്യയുടെ ഭാര്യ വരട്ടെ വേദക്ക് സാരി സെലക്ട് ചെയ്യാനും. എൻ്റെ രഞ്ജിത്തെ നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ, എന്തേ നന്ദിനി നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് രഞ്ജിത്ത് നന്ദിനിയെ വിളിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രഞ്ജിത്ത് ഇത് നോക്ക്, സാരി നമുക്ക് നോക്കാമല്ലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, നന്ദിനി ഇവിടെ ഉണ്ടല്ലോ, നീ ഇത് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടരുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രജ പെട്ടെന്ന് നന്ദിനിയുടെ മുന്നിലോട്ട് പോവാണ്. നീ ഇങ്ങനെ നോക്കുകുത്തിയാകാതെ ആളുകളുടെ മുന്നിൽ നിൽക്കാതെ മര്യാദക്ക് നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? നിന്നോടല്ലടി പറഞ്ഞത്, എന്തിനാ അവൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്? നീ സ്വകാര്യമായി നിന്ന് അവനോട് എന്തൊക്കെ സംസാരിച്ചത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ, അതുകൊണ്ട് ഇവിടെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഒച്ച എടുക്കാൻ കേട്ടോ. ആ സമയം നന്ദിനി അവിടെ നിന്ന് പെട്ടെന്ന് മാറിക്കൊടുക്കുകയാണ്. തനിക്ക് വഴക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അവരുടെയൊക്കെ അടിമയായി തന്നെ താൻ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. അങ്ങനെ അവിടെ നിന്നും നന്ദിനി പോകുന്നു. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇത് കണ്ടു നിൽക്കാനാവാതെ ഉടൻ തന്നെ യതീന്ദ്രൻ അവിടെ നിന്ന് മാറുകയാണ്. ഇവരുടെയൊക്കെ സ്വഭാവം ഒരിക്കലും മാറില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് യതീന്ദ്രൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിന്ന ഡ്രസ്സ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ വന്ന് ആരോ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ. അതോടുകൂടി യതീന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഡാഡി എന്നെ മനസ്സിലായില്ലേ? നീ എത്തിയോ? എത്ര നേരമായിടാ ആ രഞ്ജിത്ത് നിന്നെ അന്വേഷിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എന്നെ അന്വേഷിക്കുന്നുണ്ടോ? അവൻ എന്നെ അന്വേഷിക്കുമല്ലോ, അത് അങ്ങനെയാണല്ലോ, അവൻ എന്നെ അന്വേഷിച്ചും കൊണ്ടേയിരിക്കും, അതെനിക്കറിയാലോ. നീ എന്താടാ ഈ പറയുന്നത്? അതെ ഡാഡി, വാ നമുക്ക് പോവാം. അപ്പോൾ നന്ദിനി മുന്നോട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും വിജയ്, അളിയൻ എത്തിയോ? അളിയൻ വരാത്തതിനെ തുടർന്ന് കുറേ നേരമായി ഇവിടെ സംസാരം. ഞാൻ എത്താതിരിക്കുമോ? നല്ല ചടങ്ങിനൊക്കെ ഞാൻ എത്താതിരുന്നാൽ അത് ശരിയാവോ? വാ എൻ്റെ അളിയ എന്നും പറഞ്ഞിട്ട് ഇവിടെ വിളിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ ഈ പറയുന്ന സൂര്യ അങ്ങനെ പോകുന്ന വഴിക്കാണ് നന്ദിനി ഒരുപാട് കവറുകളുമായി പിടിച്ചു വരുന്നത്. ഇത് കാണുന്നതിനോടുകൂടി സൂര്യക്ക് ദേഷ്യം പിടിക്കുക. അപ്പോൾ സൂര്യ ചോദിക്കാം, തൻ്റെ ദേഷ്യം ഉള്ളിലടക്കിയിട്ട്, അല്ല നന്ദിനി, നീ ഇത്രയും പർച്ചേസിംഗ് ഒക്കെ ഈ സമയം കൊണ്ട് നടത്തിയോ? അപ്പോൾ അത് കേട്ടോളം തന്നെ, അയ്യോ ഇത് എനിക്കല്ല സൂര്യ എന്ത്? അപ്പോൾ ഇതെനിക്കല്ല ഏട്ടാ, അത് പിന്നെ എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്, അമ്മക്കും ഇവിടുത്തെ മേഡത്തിനൊക്കെ. അത് കേൾക്കുന്നതിനോട് കൂടി സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണല്ലേ, എന്നാൽ നീ വാ എന്ന് പറയാണ്. അങ്ങനെ വിജയ് പറയണത്, രഞ്ജിത്ത് നിന്നെ കുറേ നേരമായി അന്വേഷിക്കുന്നു, വാ നമുക്ക് രഞ്ജിത്തിൻ്റെ അരികിലോട്ട് പോവാം, എന്നിട്ട് അവർക്ക് വേണ്ട സാരിയൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. എൻ്റെ അളിയൻ ഇങ്ങനെ ചോദിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്, നിൻ്റെ അളിയൻ. അപ്പോൾ അതുകൊണ്ട് വേദക്കുള്ള സാരി ആങ്ങളെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് രഞ്ജിത്ത് പറയുന്നു. അങ്ങനെയാണല്ലേ. അപ്പോഴേക്കും ഇവരിങ്ങനെ സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പച്ച സാരിയൊക്കെ എടുത്തിട്ട് വന്ദന വേദയുടെ ദേഹത്ത് വെച്ച് നോക്കിയിട്ട്, മോളെ ഇത് നിനക്ക് ഇഷ്ടമാണോ, അടിപൊളിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിനിടയ്ക്ക് സൂര്യ പറയണേ, അതെ റെഡ് കളർ സാരി എടുക്കുക എന്ന് പറയണ കേട്ടോ. അപ്പോൾ ഇതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് രഞ്ജിത്തിന്. അപ്പോഴേക്കും രഞ്ജിത്ത് പറയണ, ആഹാ സൂര്യ എത്തിയോ? എത്ര നേരമായി ഞാൻ സൂര്യയെ കാത്തു നിൽക്കുന്നത്, സൂര്യ എവിടെയായിരുന്നു? എന്നെ കാത്തു നിൽക്കുമല്ലോ, എൻ്റെ വരാനിരിക്കുന്ന അളിയൻ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് എന്നെ കാത്തു നിൽക്കും. അപ്പോൾ എന്തായാലും സൂര്യ നിൻ്റെ കൈ കൊണ്ട് നിൻ്റെ പെങ്ങൾക്ക് ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്. അത് നിൻ്റെ കൈകൊണ്ട് തന്നെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നേരം വൈകിക്കേണ്ട സൂര്യ, നീ ഒരു സാരി സെലക്ട് ചെയ്യൂ. ഓ രഞ്ജിത്ത്, ആയിക്കോട്ടെ, ഞാൻ സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് താൻ ആ സാരി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഒരു റെഡ് കളർ സാരി എടുത്തോളൂ എന്ന് പറയണം. അങ്ങനെ ആ സാരി എടുത്തിങ്ങനെ നിവർത്തുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടത്തോടു കൂടി നന്ദിനിയും അതുപോലെ തന്നെ ഈ പറയുന്ന യതീന്ദ്രനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അങ്ങനെ ആ സാരി ഇങ്ങനെ നിവർത്തുമ്പോൾ, എങ്ങനെയുണ്ട് രഞ്ജിത്ത്, അടിപൊളിയല്ലേ? അപ്പോൾ രഞ്ജിത്ത് പറയാണ്, ഓ നല്ല ഭംഗിയുണ്ട്, എന്നാൽ ഈ സാരി നീ നീ ഒന്ന് നോക്ക് എന്നിങ്ങനെ സൂര്യ പറയാം. അപ്പോൾ രഞ്ജിത്ത് പറയണേ, അങ്ങനെയല്ല സൂര്യ, നീ നിൻ്റെ അനിയത്തിയുടെ ദേഹത്ത് വെച്ച് നോക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഓ അങ്ങനെയാണല്ലേ, എന്നാൽ എൻ്റെ അനിയത്തിയുടെ ദേഹത്തെല്ലോടോ ഞാൻ ഈ സാരി വെക്കുന്നത്, തനിക്കാണ് ഞാൻ ഈ സാരി എടുത്തത്, എൻ്റെ അനിയത്തിക്കല്ലെന്ന് പറയണേ. ഇത് കേൾക്കുന്നതിനോടുകൂടി എല്ലാവരും ഇങ്ങനെ ഒരു ഷോക്കോട് കൂടി നോക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നന്ദിനിക്ക് മനസ്സിലാവുകയാണ് സൂര്യയിൽ എന്തോ ഭാവവ്യത്യാസം വന്നിട്ടുണ്ടെന്ന്, സൂര്യ മദ്യപിച്ചിരിക്കുന്നു എന്ന് നന്ദിനിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നന്ദിനി ഇങ്ങനെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് രഞ്ജിത്തിൻ്റെ ദേഹത്ത് സാരി എടുത്ത് വെച്ചിട്ട് പറയാണ് സൂര്യ, ഇതാണ് നിനക്ക് ചേരുന്നത്. എടാ, കള്ളക്കളി കളിക്കുന്ന നിനക്ക് ഒരു പെണ്ണിൻ്റെ വേഷമാണ് ഏറ്റവും നല്ലത്. നീ ഇപ്പോൾ ഈ സാരി എടുത്ത് നിൽക്കുകയാണ് നല്ലത്, അതായിരിക്കും നിനക്ക് നല്ലത്. അയ്യോ സൂര്യ, ഇത് എനിക്ക് ചേർന്ന വേഷമല്ലല്ലോ, എൻ്റേതായ ഡ്രസ്സ് എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിത്ത് സംസാരിക്കും. നിനക്ക് ഷർട്ടും മുണ്ടൊന്നും നിനക്ക് ചേരത്തില്ലടാ, അതൊക്കെ ആണിന് പറഞ്ഞതാണ്. പക്ഷെ നീ ഒരു പെണ്ണാണ്, കള്ളക്കളി കളിച്ച് ഒരു ക്രിക്കറ്റ് കളിയിൽ പോലും നീ കള്ളത്തരം കളിച്ച് വിജയിച്ചിരിക്കല്ലേ. അത് സൂര്യ കഴിഞ്ഞില്ലേ, അത് ഞാൻ മാപ്പ് പറഞ്ഞില്ലേ. ആ മാപ്പ് പറയുന്നത് തന്നെയാടാ തെറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. എടാ, ചെയ്യേണ്ടത് ചെയ്തിട്ട് ആരോടെങ്കിലും വന്ന് മാപ്പ് പറഞ്ഞാൽ അതാരെങ്കിലും അംഗീകരിക്കൂടോ? താനിപ്പോൾ ആട്ടുതോലിട്ട ചെന്നായിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് താൻ എന്നോട് ചിലക്കാനൊന്നും നിൽക്കേണ്ട. താൻ്റെ മുഖംമൂടി, ഞാനാ നിൽക്കുന്ന എൻ്റെ മമ്മി എന്ന് പറയുന്നവരുണ്ടല്ലോ, ബുദ്ധിയില്ലാത്ത എൻ്റെ മമ്മി, ആ മമ്മിയുടെ മുന്നിൽ വലിച്ചൂരും. നീ ഇവിടെ ഇങ്ങനെ ആട്ടുംതോലിട്ട ചെന്നായെപ്പോലെ നടക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഒരു കുറുക്കനുണ്ടെന്ന് എനിക്ക് നന്നായി അറിയടാ. ആ കുറുക്കൻ ബുദ്ധി നീ നേരത്തെ കാണിച്ചു. എൻ്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയമാണെന്ന് എൻ്റെ മമ്മി പറയുന്നു. എന്നാൽ അവർക്ക് ബുദ്ധിയില്ല. അവർ അമേരിക്കയിൽ നിന്ന് വന്ന പയ്യനായതുകൊണ്ട് അവർക്ക് എല്ലാം കൊണ്ടും ചേർച്ചയാണെന്ന് അവർക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ വാക്കുകൾക്കൊന്നും യാതൊരു വിലയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അപമാനിക്കുമ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കാൻ ഇവിടെ കഴിയത്തില്ല കേട്ടോ. ഇവിടെ ഉദയൻ പത്മയോട് പറയുന്നത്, പത്മ എന്താണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ അങ്കിളെ ഒന്നുമില്ല, നിങ്ങളുടെ മകന് ഒരു ഫ്രോഡാണ്, അത് നിങ്ങൾക്കും അറിയാൻ നന്നായിട്ട്. ഇവന് ഫ്രോഡ് പണി ചെയ്യുന്ന ഇവൻ്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ, എൻ്റെ സൂര്യ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയാം. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് ഡാഡിക്ക് പറയാം, പക്ഷേ ഇതങ്ങനെ ഞാനങ്ങനെ വിഷയമാക്കില്ല. അപ്പോഴേക്കും ഹരിത പറയണത്, വായിൽ തോന്നിയത് ഇവിടെ എൻ്റെ ഏട്ടനെ വിളിച്ച് പറയും, നീ പോടി, നിൻ്റെ പണി നോക്കി പോടി, നിനക്കെന്താടി ഇവിടെ കാര്യം? നീ പല സമയങ്ങളും പത്മയുടെ ആ ഒരു റോൾ മോഡൽ എന്നൊക്കെ, അതൊന്നും നിനക്ക് ചേരത്തില്ലടി. അതൊക്കെ പറഞ്ഞ് നീ എൻ്റെ മുന്നിൽ വല്ലവരും ഓരോന്ന് പറഞ്ഞ് നിന്നെ തലയിൽ ഉയർത്തി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ സൂര്യയുടെ മുന്നിൽ നീ വരണ്ട, മര്യാദക്ക് പോടി എന്നങ്ങ് പറയുമ്പോൾ അങ്ങ് ഹരിത പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഹരിതയോട് പറയണേ, നീ ഇത് കിടന്ന് ചിലക്കണ്ട, എല്ലാത്തിലും കയറി ഇടപെടാനുള്ള ആ അധികാരമൊന്നും ഞാൻ തരത്തില്ല, അതുകൊണ്ട് നീ മിണ്ടാതെ നിൽക്ക്. ഇവിടെ ഡ്രസ്സ് എടുക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമില്ല. അപ്പോൾ അവൻ ഇതാണ് ചേരുന്ന ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ രതിദ്ര പറയണേ, ഇത്രയും നേരം രഞ്ജിത്ത് നിന്നെ കാത്തു നിന്ന് നീ ഡ്രസ്സ് എടുത്തു കൊടുക്കണേ. ഞാൻ എടുത്തു കൊടുക്കണമല്ലോ, അവന് ചേർന്ന വേഷം സാരിയാണ്, അവനെ എടുക്കട്ടെ, അതാണ് അവന് ഏറ്റവും നല്ലത്. അപ്പോഴേക്കും പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. പത്മ പറയണേ, അതെ, നിങ്ങളുടെ മകനെ ഇപ്പോൾ നിങ്ങൾക്ക് വിളിച്ചു വരുത്തിയപ്പോൾ മതിയായില്ലേ? ഇതിനു വേണ്ടിയായിരുന്നോ നിങ്ങളുടെ മകനെ നിങ്ങൾ വിളിച്ചു വരുത്തിയത്? അവൻ്റെ സ്വഭാവം, അവൻ്റെ തനി ഗുണം, ഒരു കല്യാണത്തിന് നിശ്ചയത്തിന് ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഇതൊരു ഷോപ്പാണെന്ന് പോലുള്ള ആ ഒരു ബോധം പോലും നിങ്ങളുടെ മകനില്ല. അപ്പോഴേക്കും ഉടൻ തന്നെ യതീന്ദ്രൻ, സൂര്യ നിർത്തിയേക്ക്, നീ സാരി എടുക്കുന്നില്ലെങ്കിൽ വേണ്ട, നീ പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്ക്, എന്തിനാണിതെന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും മാർക്ക് സാരി എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും മതി സൂര്യ സാർ, നിർത്ത് എന്ന് പറഞ്ഞ് നന്ദിനി വരികയാണ്. എന്താ ഡാർലിംഗ്, നീ എന്നെ വിളിച്ചത് സൂര്യ സാർ എന്നോ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നെ സൂര്യ സാർ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഹരിതക്കൊക്കെ ദേഷ്യം പിടിക്കാൻ കേട്ടോ. അടുത്തത് നന്ദിനിയിലോട്ട് കിടക്കില്ലേ, നീ എന്നെ സൂര്യ സാർ എന്ന് വിളിക്കില്ലേ, നീ എന്നെ ഏട്ടാ എന്ന് വിളിക്കേ, ഏട്ടാ അത് വിളിക്കും നന്ദിനി. അപ്പോഴേക്കും
നന്ദിനി വാ സൂര്യ, ഇല്ല പറ്റത്തില്ല, നീ എന്നെ ഏട്ടാ എന്ന് വിളിക്ക്. അത് കേട്ടോടെ തന്നെ ഏട്ടാ വാ ഏട്ടാ. അങ്ങനെ തന്നെ. അവൻ്റെ കിന്നാരം തുടങ്ങി ഇനി അവളുമായി അവളുടെ ഒരു അഭിനയവും. അപ്പോഴേക്കും പത്മ പറയുകയാണ്, ഇതേ സമയം വാ, ഇവരെ പോലെയുള്ള വിഡ്ഢികൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നമുക്ക് ആകെ അടിമുടി മാറും. എൻ്റെ നന്ദിനി ഇനി പുതിയ വേഷത്തിൽ മോഡൽ ഡ്രസ്സിൽ ഇനി നടക്കുന്നത് കാണാം. വാ നന്ദിനി, നിനക്ക് ഡ്രസ്സ് എടുക്കാനാണ് ഞാൻ വന്നത്. ഇവരെ പോലെയുള്ള ബുദ്ധിയില്ലാത്ത കഴുതകൾക്ക് ഡ്രസ്സ് എടുക്കുന്ന നേരം നമുക്ക് നമ്മുടെ പണി നോക്കാം. വിഡ്ഢികളാ ഒക്കെ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിക്ക് സൂര്യ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇതേ സമയം പത്മയാണെങ്കിലോ അവനെ വന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത്, അതുകൊണ്ട് വേദക്കുള്ള ഡ്രസ്സ് നമുക്ക് തന്നെ രഞ്ജിത്ത് സെലക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അവർ സെലക്ട് ചെയ്യാണ്. ഇതേ സമയം നന്ദിനിക്ക് ഓരോ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുമ്പോൾ നന്ദിനി അയ്യോ ഇത് വേണ്ട, പിന്നീട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്ദിനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയാണ്. അയ്യോ സൂര്യ സാർ ഇതിന് കൈയില്ലല്ലോ, അതാണ് സ്ലീവ്ലെസ് ഡ്രസ്സ് എന്ന് പറയുമ്പോഴേക്കും അതെന്തോന്നാ കൈയില്ലാത്ത ഡ്രസ്സ്, അതാണ് അയ്യയ്യേ എനിക്കെൻ്റെ കക്ഷൊന്നും കാണിക്കാൻ പറ്റില്ല, എനിക്കെൻ്റെ കൈയൊന്നും കാണിക്കാൻ പറ്റില്ല എന്നിങ്ങനെ നന്ദിനി പറയുമ്പോൾ ഉടൻ തന്നെ ഇതാണ് ഈ തൊഴുത്തിൽ കിടക്കുന്ന മാട് എരുമകളൊക്കെ പിടിച്ചിട്ട് കോലം കുത്തിക്കാൻ നോക്കിയാൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഹരിത അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? അതെ ഉള്ളതുപോലെ പറയണല്ലോ എൻ്റെ സൂര്യ. ഈ കാക്കയെ പച്ച കളർ പെയിൻ്റ് അടിച്ചാൽ കാക്ക പച്ചക്കിളിയൊന്നും ആവത്തില്ല, കാക്ക തന്നെയാണ്. കാക്കയുടെ സ്വഭാവം കാണിക്കും, ആ സ്വഭാവം ഇവള് കാണിച്ചു, അത്ര തന്നെ. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എടി നീ എൻ്റെ ഭാര്യ അത്ര വില കുറച്ച് കാണേണ്ട. അത് കേട്ടോടെ തന്നെ എൻ്റെ സൂര്യ നിന്നോട് പറയാനുള്ളത് പറഞ്ഞു. ഇവള് വേലക്കാരിയാണ്, ഇവൾ അടുക്കളത്തോട്ടത്തിൽ കിടക്കേണ്ടവളാണ്. അടുക്കളക്കാരിയുടെ ഇതുപോലത്തുള്ള വേഷങ്ങൾ എന്നെ ചേരത്തുള്ളൂ. അവൾക്ക് ഞങ്ങളെപ്പോലെ മോഡൽ ഡ്രസ്സിലൊന്നും നടക്കാൻ അറിയത്തില്ല. വെറുതെ എന്തെന്ന് കാണിച്ചു കൊടുത്താൽ പോലും കണ്ട പരിചയം പോലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നീ ഞങ്ങളുടെ ലെവലിലോട്ട് ഇവളെ എത്തിക്കാൻ നോക്കണ്ട, അത് എത്തത്തില്ല. അപ്പോൾ സൂര്യ പറയണേ അത് നിൻ്റെ തോന്നലടി, എത്തിക്കാൻ എനിക്ക് അറിയോടി, അതിനും എനിക്ക് കഴിയോടി, അതിനും കഴിയും. എൻ്റെ നന്ദിനി നിന്നേക്കാ ഉയരങ്ങളിലോട്ട് എത്തുന്നത് കണ്ട് നീ വെള്ളം ഇറക്കി നിൽക്കും. ഓഹോ എന്തോന്ന് വെള്ളം ഇറക്കാനാണ്, തൊഴുത്തിൽ കിടക്കുന്നവർ എന്നും തൊഴുത്തിൽ തന്നെ കിടക്കത്തുള്ളൂ, അവർ ആ ഒരു മണമൊന്നും അവരിൽ നിന്ന് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹരിത അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം സൂര്യക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ സൂര്യൻ നന്ദിനിക്കുള്ള ആ ഡ്രസ്സ് എടുക്കൽ നിർത്തുകയാണ്. പിന്നീട് ഇവരെല്ലാവരും സാരിയുടെ ആ ഭാഗത്തോട്ട് വരികയാണ്. അപ്പോൾ നന്ദിനിയുടെ തൊട്ടരുത്ത് രഞ്ജിത്ത് നിൽക്കുന്നുണ്ട്, അതുപോലെ ഇന്ദ്രജിത്ത് നിൽക്കുന്നുണ്ട്, വേദപത്മ അങ്ങനെ വരിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഹരിത അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ് സൂര്യയോട്, നീയല്ലേ നന്ദിനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പം നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? അത് കേട്ടോടെ തന്നെ ചില ഒച്ചുകളുണ്ടല്ലോ, ഈ ഒരു തരം ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം, അതും പറയാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ പേരുണ്ടെങ്കിൽ അത് ഇടണം, വിളഞ്ഞികൾ, ആ വിളഞ്ഞികൾ എവിടെയും ഉണ്ടാവും. അതുകൊണ്ട് നന്ദിനിക്ക് ഈ ഒരു ഇതിൽ നിന്നൊന്നും ഡ്രസ്സ് എടുക്കാൻ പറ്റത്തില്ല. അവർ എന്ത് ചെയ്യുന്നു, എന്ത് കാണിക്കുന്നു നന്ദിനി എന്നറിയാൻ വേണ്ടി എത്തിനോട്ടം വല്ലാത്ത കൂടുതലാണ്. അത് കേൾക്കുന്ന ഹരിത, ആർക്കാണ് എത്തിനോട്ടം? ഇതേ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഈ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഇവൾക്കാണ്, ഈ അടിമക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദിനിയെ വളരെ തരം താഴ്ത്തി ആരാടി എൻ്റെ ഭാര്യയെ നീ ഇങ്ങനെ വിളിക്കാൻ, നിനക്ക് എന്താടി അർഹത എന്ന് പറഞ്ഞിട്ട് ഹരിതയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും രഞ്ജിത്ത് സൂര്യ വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് സൂര്യക്ക് ഒരു ഫോൺ വരുന്നത്. ഉടൻ തന്നെ സൂര്യ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് അങ്ങ് പോവുകയാണ്. ഇതേ സമയം അവരെല്ലാവരും പിന്നീട് ശാന്തമാവുകയാണ്. അപ്പോഴേക്കും പത്മ പറയണേ വന്ന കാര്യം നടക്കട്ടെ, നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് പറയണേ. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ കുറച്ച് ഇപ്പുറത്തായിട്ടായിരിക്കും യതീന്ദ്രൻ നിൽക്കുന്നുണ്ടാവുക. രഞ്ജിത്താണെങ്കിലോ നന്ദിനിക്ക് തൊട്ടടുത്തും അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെ തൊട്ടടുത്ത് ഇന്ദ്രജിയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ആ വഴി ഒരാളിങ്ങനെ കടന്നു പോകുന്നതും നന്ദിനി അങ്ങ് അലറി വിളിച്ച് കരയുകയാണ്. എന്നിട്ട് രഞ്ജിത്തിൻ്റെ കഴുത്തിലങ്ങ് പിടിക്കുകയാണ്. അതോടുകൂടി കരണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. അവിടെ ഇരുട്ട് വരികയാണ്. നന്ദിനിയുടെ ഈ കരച്ചിൽ കേട്ട് എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം താൻ എന്താടോ ചെയ്തത്, താൻ എന്താടോ കാണിച്ചത്, എൻ്റെ തൊടാൻ പാടില്ലാത്ത സ്ഥലത്ത് താൻ എന്തിനാണ് തൊട്ടത്, എൻ്റെ ദേഹത്ത് എന്തിനാണ് താൻ തൊട്ടത് എന്ന് പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ചിരിക്കുന്നത് രഞ്ജിത്തിൻ്റെയാണ് കേട്ടോ. നന്ദിനിയെ കയറി പിടിച്ചു എന്നാണ് നന്ദിനി പറയുന്നത്. ആ സമയം ഇവരെല്ലാവരും ആകെ ഷോക്കോട് കൂടി നിൽക്കുകയാണ്. എന്താ ഇവള് പറയുന്നത്, ആരെയാണ് ഇവള് പിടിച്ചിരിക്കുന്നത്, ഈ ഇരുട്ടിൻ്റെ മറവിൽ നന്ദിനിയെ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. രഞ്ജിത്ത് എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്.